ഹായ് ഹലോ നമസ്കാരം. സോൾ ഓഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നമ്മളൊരു ഹോം മെയ്ഡ് ടച്ച് കൊടുക്കുന്നൊരു ഈസി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പുതിയ റെസിപ്പി. എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും അവർ വെജിറ്റബിൾസൊക്കെ കഴിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഒരു ഈസി ഫ്രൈഡ് റൈസ്. നമുക്ക് ആദ്യം വേണ്ടത് ബസ്മതി റൈസാണ് കേട്ടോ. ഞാനൊരു 1 കിലോ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10 പേർക്ക് സെർവ് ചെയ്യാം കേട്ടോ. ആദ്യം വെള്ളം തിളച്ചു. ഞാനൊരു കലത്തിലാണ് കേട്ടോ വെള്ളം വയ്ക്കുന്നത്. നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ചു. അതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഓയിൽ ചേർക്കുന്നത് അരി വേവുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് അരി ഒന്ന് ഒരു 10 മിനിറ്റ് കുതിർത്താൻ വെച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോറ് വെന്ത് കിട്ടും. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കുക കേട്ടോ. ഇതൊന്ന് തണുക്കാൻ അനുവദിക്കണം. ഫാൻ്റെ ചോട്ടിൽ വെച്ചാൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ. ഊറ്റി പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള റൈസൊക്കെ ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം, തണുക്കട്ടെ. നമുക്കൊരു ഉരുളി കേട്ടോ ഞാൻ വയ്ക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണമാണ് കേട്ടോ ഉരുളി വയ്ക്കുന്നത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടാക്കിയപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തു കേട്ടോ. ക്വാണ്ടിറ്റി കൂടുതലുള്ള കാരണമാണ് കേട്ടോ ഞാൻ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് നമ്മളൊരു 250 ഗ്രാം ക്യാരറ്റാണ് കേട്ടോ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി. ഇതിലേക്ക് ബീൻസാണ് കേട്ടോ, കനം കുറച്ച് ബീൻസും അരിഞ്ഞു കൊടുക്കണം. ഇതുപോലെ ബീൻസും ക്യാരറ്റും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ക്യാബേജാണ്. അതും ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊക്കെ നമുക്ക് അധികം നേരം വഴറ്റൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറി കിട്ടിയാൽ മതി. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പച്ച കളറുള്ള ക്യാപ്സിക്കം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് കളർഫുൾ ആക്കാനായിട്ട് യെല്ലോ കളറോ റെഡ് കളറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നന്നായിട്ട്. വിറകടുപ്പായതുകൊണ്ട് തന്നെ കൈ വിടാതെ ഇളക്കി കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ സ്ലൈസ് ബട്ടറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ആ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ആവാൻ പാകത്തിന്. ബട്ടർ കൂടി ചേർക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിതിലേക്ക് 2 തരം സോസാട്ടോ വേണ്ടേ. സോയാ സോസും ടൊമാറ്റോ സോസും. ആദ്യം സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് സോസ് മിക്സ് ചെയ്തെടുക്കണം. പച്ചക്കറികളൊന്നും അധികം വേവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ചതാണ് കേട്ടോ. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസാണ് കേട്ടോ. 2-3 വിസിലടിച്ചെടുത്താണ്. ഉടയാൻ പാടില്ല കേട്ടോ ഗ്രീൻ പീസ്. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അത് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം ഉടയ്ക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തു വിടാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡിഷ് എല്ലാവരും തയ്യാറാക്കി നോക്കാം കേട്ടോ. നമ്മൾ എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന മായം ചേർത്ത
അല്ലെങ്കിൽ എന്താ പറയുക പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് കിട്ടുന്ന ഫ്രൈഡ് റൈസിനേക്കാളൊക്കെ എത്രയോ നല്ലതാണല്ലേ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്താനായിട്ട് നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആരും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.